ഇന്ന് വേൾഡ് പാർക്കിൻസൺസ് ഡേ. പാർക്കിൻസൺസ് എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തേയ്മാന രോഗം അഥവാ ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ്. തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഇത് പ്രധാനമായി ബാധിക്കുന്നത്. ഈ പാർക്കിൻസോണിസം എന്ന പദവും പാർക്കിൻസൺസ് ഡിസീസ് എന്ന പദവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഈ രോഗലക്ഷണങ്ങൾക്ക് ചേർന്ന് പറയുന്ന ഒരു പേരാണ്. അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കുമ്പോഴുള്ളൊരു വേഗതക്കുറവ്, പൊതുവായുള്ള ചലനങ്ങൾക്കെല്ലാം തന്നെ ഒരു വേഗതക്കുറവ്, കൈകാലുകളുടെ വിറയൽ, നടക്കുമ്പോൾ ഒരു ബാലൻസ് കുറവ്, വീഴാനുള്ള സാധ്യതകൾ, അതുപോലെ കൈകാലുകളുടെ ഒരു സ്റ്റിഫ്നെസ്, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ ചേർന്ന് പറയുന്നൊരു പേരാണ് പാർക്കിൻസോണിസം. ഇത്തരത്തിൽ പാർക്കിൻസോണിസവുമായി വരാൻ ചാൻസുള്ള പല രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും സാധാരണമായി നമ്മൾ കാണുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഈ മേൽ പറഞ്ഞ രോഗലക്ഷണങ്ങൾക്ക് പുറമെ കൈയക്ഷരങ്ങളിലുള്ള വ്യത്യാസം, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള വേറെയും രോഗലക്ഷണങ്ങൾ ഈ അസുഖത്തിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ളതാണ്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളായി ഡോക്ടറെ കാണുന്ന സമയത്ത് ഈ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും രോഗിയെ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ചില ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അസുഖം പാർക്കിൻസൺസ് ഡിസീസാണെന്ന് സ്ഥിരീകരിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഏതെങ്കിലും ഒരു മെഡിസിൻ കൊണ്ടോ ഒരു സർജറി കൊണ്ടോ പൂർണ്ണമായും നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്നതല്ല. എന്നിരുന്നാലും മറ്റ് തലച്ചോറിനെ ബാധിക്കുന്ന തേയ്മാന രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെ നല്ല രീതിയിൽ നമുക്ക് മെഡിസിൻ കൊണ്ടും ചില സാഹചര്യങ്ങളിൽ ചില സർജറി കൊണ്ടും നമുക്ക് നിയന്ത്രിച്ച് പോകാൻ പറ്റുന്നതാണ്. ലീവോഡോപ്പ മുതലായ മരുന്നുകളാണ് ഇതിന് സാധാരണമായി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. മരുന്നുകൾക്ക് പുറമേ ഫിസിയോതെറാപ്പി, എക്സസൈസുകൾ, ആരോഗ്യകരമായ ജീവിതശൈലികളൊക്കെ ഇതിൻ്റെ ചികിത്സയ്ക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ല രീതിയിൽ മരുന്നുകൾ കൊണ്ടും ചില സർജറികൾ കൊണ്ടും ചികിത്സിക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗലക്ഷണമുള്ള ആൾക്കാർ നേരത്തെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. അതിന് സമയമായുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.